ഈ കാണുന്നത് ഞാനിവിടെ 100 രൂപയ്ക്ക് വാങ്ങിയ ബ്ലൂടൂത്ത് ആംപ്ലിഫയർ ബോർഡാണ്. അപ്പോൾ ഈ ഒരു ബോർഡിൽ 2 സ്പീക്കർ ഔട്ടാണുള്ളത്. ഒരു ചാനലിൽ 5 വാട്ട്സ് വീതം. അതുപോലെ ഈ ഒരു ബോർഡ് വർക്ക് ചെയ്യാൻ 5 വോൾട്ട് DC പവർ സപ്ലൈ ആണ് ആവശ്യം. 3.7 വോൾട്ടിൻ്റെ ലിഥിയം ബാറ്ററിയിലും ഈ ഒരു ബോർഡ് വർക്ക്. അപ്പോൾ ഈ ഒരു ബോർഡിൽ ബ്ലൂടൂത്ത് മാത്രമേ ഉള്ളൂ, വേറെ ഫങ്ഷൻസ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ബോർഡിൽ വേറെ സ്വിച്ചുകളോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ബോർഡിൽ വേറെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഓഡിയോ ഇൻപുട്ട് കൊടുത്ത് വർക്ക് ചെയ്യാം ഇതിൻ്റെ ആംപ്ലിഫയർ. അതുപോലെ ഈ ഒരു ബോർഡിലുള്ള ബ്ലൂടൂത്ത് മൊഡ്യൂളിൻ്റെ ഓഡിയോ ഔട്ട്പുട്ട് മാത്രം നമുക്ക് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും. പിന്നെ ഈ ഒരു ബോർഡ് ഉപയോഗിച്ച് റീചാർജബിൾ ബ്ലൂടൂത്ത് സ്പീക്കറൊക്കെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഇതുപോലെ ഒരു ലിഥിയം ബാറ്ററി ഉപയോഗിച്ചാൽ മതി 3.7 വോൾട്ടിൻ്റെ. അപ്പോൾ ലിഥിയം ബാറ്ററി നമുക്ക് മൊബൈലിൻ്റെയൊക്കെ ചാർജർ ഉപയോഗിച്ച് ചാർജ് ചെയ്യണമെങ്കിൽ ഇങ്ങനത്തെ ഒരു ചാർജിങ് മൊഡ്യൂളും വേണം. അപ്പോൾ ഇങ്ങനെയുള്ള ചാർജിങ് മൊഡ്യൂളിന് ഏകദേശം 50 രൂപയ്ക്കാണ്. ലിഥിയം ബാറ്ററി 100 രൂപ മുതലുള്ള കിട്ടും. ബ്ലൂടൂത്ത് ആംപ്ലിഫയർ ബോർഡിന് 100 രൂപയാണ്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ബ്ലൂടൂത്ത് ആംപ്ലിഫയർ ബോർഡ് 100 രൂപയ്ക്ക് വാങ്ങിയത് തൊടുപുഴ കിഷോർ ഓഡിയോസിൽ നിന്നാണ്. ഷോപ്പിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം. അതുപോലെ ഈ ഒരു ബോർഡിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്, ടെക് ഓട്ടോമോട്ടീവ് ബൈ ഷിനു. ഈ ഒരു ചാനൽ നോക്കിയാൽ മതി. കാണാൻ വളരെ ചെറിയ ബോർഡാണെങ്കിലും നല്ല രീതിയിലുള്ള സൗണ്ട് ഔട്ട്പുട്ട് ഈ ഒരു ബോർഡിനുണ്ട്. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, കയറി കണ്ട് നോക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.